പെണ്ണുങ്ങളെ തൊട്ട് കളിക്കുന്നു. അന്ന് ഉടുമുണ്ടിൽ കരുണാനിധിയെ തൂക്കിയ ജയലളിത. ഇന്ന് കൊച്ചുമകൻ ഉദയാനിധി സ്റ്റാലിനെ വിജയുടെ ആഭ്യന്തരമങ്ങ് പൊക്കി. കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം. എന്റെ പിള്ളേരെ തൊട്ട് കളിക്കുന്നോടാ എന്ന ലൂസിഫറിലെ മാസ് ഡയലോഗ് അടിച്ചില്ലെങ്കിലും തൂക്കി അകത്തിട്ടിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ്. അതും പ്രതിപക്ഷ നേതാവ് ഉദയാനിധി സ്റ്റാലിനെ. ആഭ്യന്തര വകുപ്പ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട്. വിജയ്ക്ക് ഒരു പ്രശസ്ത തമിഴ് നടിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ലൈംഗിക അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന ആരോപണത്തിലാണ് നടപടി. വിവാദ പരാമർശത്തിൽ ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ് DMKയും ഉദയാനിധിയും സ്റ്റാലിനും. ഇതാദ്യമായൊന്നുമല്ല ഉദയാനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം. തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങിമറിയുന്നതും ആദ്യമൊന്നുമല്ല. മുൻപ് അത് ജയലളിത, MGR, കരുണാനിധി ത്രയമാണെങ്കിൽ ഇന്നത് പ്രമുഖ നടി വിജയ്, ഉദയാനിധി എന്ന ഇക്വേഷനാണ്. 2001 ജൂൺ 30 അർദ്ധരാത്രിയിൽ അന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമായിരുന്നു. ഫ്ലൈ ഓവർ നിർമ്മാണ അഴിമതി ആരോപിച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രി ജയലളിതയുടെ ഭരണകാലത്ത് കരുണാനിധിയെ അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണം അന്നും ശക്തമായിരുന്നു. ഈ സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധം ദേശീയ തലത്തിലുണ്ടായി. ഇപ്പോഴും സമാനമായ സംഭവമാണ്. രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള ആരോപണം ഒരു വശത്ത് DMK ഉയർത്തുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ അങ്ങ് ഡൽഹിയിൽ വരെ DMK നടത്തുകയാണ്. ഏതായാലും ജയലളിതയും കരുണാനിധിയും തമ്മിലുള്ള രാഷ്ട്രീയ ശത്രുതയുടെ ഏറ്റവും നാടകീയ മുഹൂർത്തങ്ങളിൽ ഒന്നായി ചരിത്രമെന്ന ആ സംഭവത്തെ രേഖപ്പെടുത്തി. ഇപ്പോഴത്തെ വീണ്ടും നാടകീയ സംഭവ വികാസങ്ങൾ. കരുണാനിധിയുടെ കൊച്ചുമകൻ സ്ത്രീവിരുദ്ധ നിലപാട് പറഞ്ഞാണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത്. DMKയ്ക്ക് ആദ്യ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കിട്ടിയത്. 10 വർഷത്തെ ഭരണം നഷ്ടമായി. വിജയും TVKയും തൂത്തുവാരി അധികാരത്തിൽ വന്നു. ഇപ്പോഴത്തെ തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞ് അഴിക്കുള്ളിലേക്ക് പോവുകയാണ് ഉദയാനിധി. മുഖ്യമന്ത്രി C ജോസഫ് വിജയ്ക്ക് പ്രശസ്ത തമിഴ് നടിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ലൈംഗിക അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലാണ് നടപടി. ചെന്നൈയിലെ വീട്ടിലെത്തി പോലീസ് ഉദയാനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാവേരി പ്രതിഷേധ യോഗത്തിൽ നടത്തിയ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഉദയാനിധിയെ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയി. കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് തഞ്ചാവൂരിൽ DMKയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സംസാരിച്ച ഉദയാനിധി സ്റ്റാലിൻ നടത്തിയ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച് വലിയ വിവാദമായി മാറുകയായിരുന്നു. TVK ജനറൽ സെക്രട്ടറിയും തമിഴ്നാട് ജലവിഭവ മന്ത്രിയുമായ ആനന്ദ്, മന്ത്രി ആദവ് അർജുൻ എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാർ ഉദയാനിധിയുടെ പരാമർശത്തെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. BJP ദേശീയ വനിതാ മോർച്ച അധ്യക്ഷ വാനതി ശ്രീനിവാസൻ, നടി ഖുഷ്ബു, വീത ലീഡേഴ്സ് സംഘടനയുടെ അധ്യക്ഷൻ അണ്ണാമലൈ എന്നിവരുൾപ്പെടെ നിരവധി ആളുകൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർച്ചയായ രാഷ്ട്രീയ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന DMKയും TVKയും വലിയ ഏറ്റുമുട്ടലിലേക്ക് വരും ദിവസങ്ങളിൽ നീങ്ങുമെന്ന് തന്നെയാണ് പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് തഞ്ചാവൂരിൽ നടന്ന DMK പ്രതിഷേധത്തിനിടയിൽ ഉദയാനിധി സ്റ്റാലിൻ വിജയെ ഡമ്മി മുഖ്യമന്ത്രി എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. പ്രസംഗത്തിനിടയിൽ സദസ്സിൽ നിന്നും നടിയുടെ പേര് ഉയർന്നപ്പോൾ ഉദയാനിധി ചിരിച്ചുകൊണ്ട് ഇരട്ടാർത്ഥമുള്ള രീതിയിൽ വെള്ളത്തെയും ആ പ്രമുഖ നടിയെ ബന്ധിപ്പിച്ചങ്ങ് സംസാരിച്ചു. ഇത് പിന്നീട് കാവേരി വെള്ളത്തെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തിരുത്തിയെങ്കിലും ഇപ്പോൾ അത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം ഈ പരാമർശത്തിനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്നതും അശ്ലീല ചുവയുള്ളതുമായ ഇത്തരം തരം താഴ്ന്ന പ്രസംഗങ്ങൾ DMKയുടെ സംസ്കാരത്തെയാണ് കാണിക്കുന്നതെന്ന് TVK നേതാക്കൾ കുറ്റപ്പെടുത്തി. ഉദയാനിധിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് TVK വനിതാ വിഭാഗം ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകി. നേരത്തെ വിജയ് ഉദയാനിധിക്ക് നിയമസഭയിലും കുട്ടിക്കഥയിലൂടെ അതിശക്തമായ മറുപടി നൽകിയിരുന്നു. പാടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മുതിർന്നയാളോട് ഒരു കുട്ടി എന്താണ് തേടുന്നതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ പിതാവിനെയാണെന്ന് മറുപടി നൽകിയെന്നായിരുന്നു വിജയുടെ കഥ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിന് ഉദയാനിധിയുടെ മറുപടിയും വന്നിരുന്നു. വിജയുടെ പ്രസംഗം ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോലെയാണെന്ന് പരിഹസിച്ചാണ് ഉദയാനിധി അന്ന് മറുപടി നൽകിയത്. വിജയുടെ വ്യക്തിജീവിതത്തെ പരാമർശിച്ച് പലപ്പോഴായി ഉദയാനിധി തിരിച്ചടിച്ചിട്ടുണ്ട്. ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഭർത്താവിനെ തേടുന്ന ഭാര്യയുടെ കഥയും ഇവിടെയുണ്ട് എന്നായിരുന്നു അന്ന് ഉദയാനിധിയുടെ പരിഹാസം. സോഷ്യൽ മീഡിയയിലെ വോട്ട് വിഹിത തർക്കം TVKയ്ക്ക് ജനപിന്തുണയില്ലെന്നും സഭയിൽ ഭൂരിപക്ഷമില്ലെന്നുമുള്ള ഉദയാനിധിയുടെ വിമർശനത്തിനും വിജയ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമായ കണക്കുകളോടെ മറുപടി നൽകിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പോരിനൊപ്പം തന്നെ സ്ത്രീവിരുദ്ധ പരാമർശം ഒരു നാക്കുപിഴയാണെങ്കിൽ അത് ഏതായാലും ഉദയാനിധിയും TVKയും DMKയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പോരും ഇനി ഏത് വഴിക്ക് കാത്തിരുന്നു പാക്കലാം.